ശാന്തി 15/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖത്ത് നിന്നും ഒരിക്കലും അല്ലയോ ഈശ്വര, അല്ലയോ ബാബ എന്ന വാക്ക് വരാൻ പാടില്ല. ഇത് ഭക്തി മാർഗത്തിൻ്റെ പ്രാക്ടീസാണ്. ചോദ്യം: കുട്ടികളായ നിങ്ങൾ വെള്ള വസ്ത്രം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? ഇത് ഏത് കാര്യത്തിൻ്റെ പ്രതീകമാണ്? ഉത്തരം: ഇപ്പോൾ നിങ്ങൾ ഈ പഴയ ലോകത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞു. അതിനാൽ നിങ്ങൾക്ക് വെള്ള വസ്ത്രമാണ് ഇഷ്ടം. ഈ വെള്ള വസ്ത്രം മൃത്യുവിനെ സിദ്ധമാക്കുന്നു. ആരെങ്കിലും മരിക്കുമ്പോൾ അവരിൽ വെള്ള വസ്ത്രമിടുന്നു. കുട്ടികളായ നിങ്ങളും ഇപ്പോൾ മർജീവ ആയിരിക്കുന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയം എന്ന വാക്ക് പറയാതെ കേവലം അച്ഛൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാവരും സഹോദരന്മാരാണ് എന്ന് സ്വയം പറയുന്നുണ്ട്. അപ്പോൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാവരെയും മനസ്സിലാക്കിക്കുന്നുണ്ടാകില്ല. എല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുന്നുണ്ട്. ഗീതയിൽ എഴുതിയിട്ടുണ്ട്, ഭഗവാൻ ഉവാച. ഇപ്പോൾ ഭഗവാൻ ഉവാച ആരെ പ്രതിയാണ്? എല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ്. അത് പിതാവാണ്. അപ്പോൾ ഭഗവാന്റെ കുട്ടികളെല്ലാം ബ്രദേഴ്സാണ്. ഭഗവാൻ തന്നെ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ടാകും. രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുന്നു. ലോകത്തിൽ മറ്റാർക്കും ഇങ്ങനെയുള്ള ചിന്ത നടക്കുക സാധ്യമല്ല. ആർക്കെല്ലാം സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുമോ അവർ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കും. എക്സിബിഷൻ കണ്ടു, ഇനി പോയി അല്പം കൂടുതൽ കേൾക്കട്ടെ എന്ന് വിചാരിക്കും. ആദ്യം മുഖ്യമായ കാര്യമാണ് ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനും ഗീതാജ്ഞാന ദാതാവുമായ ശിവഭഗവാൻ വാച്യ. ആദ്യം അവർക്ക് ഇത് മനസ്സിലാകണം. ഇവരെ പഠിപ്പിക്കുന്നത് അഥവാ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് ആരാണ്? ആ സുപ്രീം സോൾ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നിരാകാരമാണ്. ആ ഒന്ന് സത്യമാണ്, ട്രൂത്ത്. ആ ഒന്ന് സത്യം തന്നെയാണ് പറഞ്ഞു തരിക. പിന്നെ അതിൽ ഒരു ചോദ്യവും ഉയരുക സാധ്യമല്ല. ആദ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മളെ പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇത് രാജപദമാണ്. ആരാണോ സർവരുടെയും പിതാവ്, ആ പാരലൗകിക പിതാവാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ആ ഒന്ന് തന്നെയാണ് ഏറ്റവും വലിയ അതോറിറ്റി എന്ന നിശ്ചയം ആർക്കുണ്ടാകുമോ അപ്പോൾ പിന്നെ മറ്റേതെങ്കിലും ചോദ്യം ഉയരാനേ സാധിക്കില്ല. ആ ഒന്ന് പതീത പാവനാണ്. എപ്പോഴാണോ ആ ഒന്ന് ഇവിടെ വരുന്നത് അപ്പോൾ തീർച്ചയായും തൻ്റെ സമയത്തായിരിക്കും വരുന്നത്. നിങ്ങൾ കാണുന്നുമുണ്ട്, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. വിനാശത്തിന് ശേഷം പിന്നെ വൈസ്ലെസ് ലോകം ഉണ്ടാകും. ഇത് വിഷ്യസ് ലോകമാണ്, വികാരി ലോകം. ഭാരതം തന്നെയാണ് വൈസ്ലെസ് ആയിരുന്നത് എന്നത് മനുഷ്യർ അറിയുന്നില്ല. ബുദ്ധി അല്പം പോലും പ്രവർത്തിക്കുന്നില്ല. ഗോദ്രേജിൻ്റെ പൂട്ട് വീണിരിക്കുന്നു. അതിൻ്റെ താക്കോൽ ഒരു ബാബയുടെ അടുക്കൽ തന്നെയാണ് ഉള്ളത്. അതിനാൽ ആ ഒന്നിനെ തന്നെയാണ്
ജ്ഞാനദാതാവെന്നും ദിവ്യചക്ഷുവിധാത എന്നും പറയുന്നത്. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നൽകുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ് എന്നത് ആർക്കും അറിയില്ല. ദാദ, അതായത് ബ്രഹ്മാവാണ് എന്നാണ് വിചാരിക്കുന്നത്. അതിനാൽ വിമർശിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു. അതിനാൽ ഏറ്റവും ആദ്യം ഈ കാര്യം തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ശിവഭഗവാൻ വാച എന്ന് ഇതിൽ എഴുതിയിട്ടുമുണ്ട്. ആ ഒന്ന് ട്രൂത്ത് തന്നെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ പതീത പാവനായ ശിവനാണ്. ഞാൻ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു ഈ സാലിഗ്രാമങ്ങളെ പഠിപ്പിക്കാൻ. ബാബ തന്നെയാണ് നോളജ്ഫുൾ. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ശിക്ഷണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒന്ന് സൃഷ്ടിയുടെ രചയിതാവാണ്. പതീത സൃഷ്ടിയെ പാവനമാക്കുന്നവനാണ്. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ആദ്യം ആ ഒന്നിൻ്റെ പരിചയം തന്നെ നൽകണം. ആ പരംപിത പരമാത്മാവുമായി താങ്കളുടെ ബന്ധം എന്താണ്? ആ ഒന്ന് സത്യം തന്നെയാണ്. നരനിൽ നിന്നും നാരായണനാകാനുള്ള സത്യമായ നോളജ് നൽകുന്നു. കുട്ടികൾക്കറിയാം, ബാബ സത്യമാണ്. ബാബ തന്നെയാണ് സത്യഖണ്ഡം ഉണ്ടാക്കുന്നത്. നിങ്ങൾ നരനിൽ നിന്നും നാരായണനാകുവാൻ ഇവിടെ വരുന്നു. ബാരിസ്റ്ററിൻ്റെ അടുക്കൽ പോകുമ്പോൾ നമ്മൾ ബാരിസ്റ്റർ ആകാനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ചിലർ നിശ്ചയമുണ്ടാക്കിയിട്ടും പിന്നെ സംശയബുദ്ധിയായി പോകുന്നു. അപ്പോൾ അവരോട് എല്ലാ മനുഷ്യരും പറയുന്നു, നിങ്ങൾ ഭഗവാൻ പഠിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്, പിന്നെ എന്തുകൊണ്ട് ഭഗവാനെ ഉപേക്ഷിച്ചു വന്നു? സംശയം വരുമ്പോഴാണ് ഓടിപ്പോകുന്നവരാകുന്നത്. എന്തെങ്കിലുമൊക്കെ വികർമ്മം ചെയ്യുന്നു. ഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ജഗജ്ജീതാകുന്നത്. ആരാണോ പാവനമാകുന്നത് അവർ തന്നെയാണ് പാവന ലോകത്തിലേക്ക് പോകുന്നത്. ഇവിടെ രാജയോഗത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ പോയി അവിടെ രാജ്യം ഭരിക്കും. ബാക്കി ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവർ തങ്ങളുടെ കണക്കുകൾ സമാപ്തമാക്കി തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകും. ഇത് അന്തിമ വിധി നിർണയത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ബുദ്ധി ഇത് പറയുന്നു, സത്യയുഗത്തിൻ്റെ സ്ഥാപന തീർച്ചയായും ഉണ്ടാകണം. പാവനലോകം എന്ന് സത്യയുഗത്തെ പറയുന്നു. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും. അവർക്ക് പിന്നെ തൻ്റെ പാർട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളും തൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരി ആകുന്നതിനു വേണ്ടി. എല്ലാവരും സ്വയം അധികാരിയാണ് എന്നായിരിക്കുമല്ലോ മനസ്സിലാക്കുന്നത്. പ്രജയും അധികാരിയാണ്. ഇപ്പോൾ പ്രജകളും പറയുന്നല്ലോ നമ്മുടെ ഭാരതം എന്ന്. വലിയ വലിയ മനുഷ്യരും സന്യാസിമാരും മറ്റും നമ്മുടെ ഭാരതം എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ സമയം ഭാരതത്തിൽ എല്ലാവരും നരകവാസിയാണ്. ഇപ്പോൾ നമ്മൾ സ്വർഗവാസി ആകുന്നതിനു വേണ്ടി ഈ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്വർഗവാസിയാവുകയില്ല. ഈ ജ്ഞാനം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അവർ എന്ത് കേൾപ്പിക്കുന്നുവോ അത് ശാസ്ത്രങ്ങളാണ് കേൾപ്പിക്കുന്നത്. അവർ ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയാണ്. ബാബ പറയുന്നു, ഈ ഭക്തിമാർഗത്തിൻ്റെ വേദശാസ്ത്രങ്ങളും മറ്റുമെല്ലാം പഠിക്കുന്നതിലൂടെ പടികൾ ഇറങ്ങി വരുന്നു. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ബാബ പറയുന്നു, എപ്പോഴാണോ ഭക്തിമാർഗം പൂർത്തിയാകുന്നത് അപ്പോൾ തന്നെയാണ് ഞാൻ വരിക. എനിക്ക് തന്നെ വന്ന് എല്ലാ ഭക്തർക്കും ഭക്തിയുടെ ഫലം നൽകണം. മെജോറിറ്റിയും
ഭക്തരുടേതാണ്. ഹേ ഗോഡ് ഫാദർ എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഭക്തരുടെ മുഖത്ത് നിന്നും ഓ ഗോഡ് ഫാദർ, ഹേ ഭഗവാനെ എന്ന് തീർച്ചയായും വരും. ഇപ്പോൾ ഭക്തിയും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ മുഖത്ത് നിന്നും ഒരിക്കലും അല്ലയോ ഈശ്വര, അല്ലയോ ഭഗവാനെ എന്ന വാക്ക് വരികയില്ല. മനുഷ്യർക്കാണെങ്കിൽ ഇത് പകുതി കൽപ്പമായി പ്രാക്ടീസ് ആയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആ ഒന്ന് നമ്മുടെ പിതാവാണ്. നിങ്ങൾ അല്ലയോ ബാബ എന്ന് പറയേണ്ടതില്ല. ബാബയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നേടേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുകയാണ് എന്ന് നിശ്ചയമുണ്ട്. ബാബ കുട്ടികളെ സമ്പത്ത് നേടാനുള്ള അധികാരിയാക്കി മാറ്റുന്നു. ഇത് സത്യമായ പിതാവാണല്ലോ. ബാബയ്ക്കറിയാം, ഇത് എൻ്റെ കുട്ടികളാണ്. അവരെ ഞാൻ ജ്ഞാന അമൃതം കുടിപ്പിച്ച് ജ്ഞാനചിതയിൽ ഇരുത്തി ഘോര നിദ്രയിൽ നിന്നും ഉണർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ആത്മാക്കൾ അവിടെ ശാന്തിധാമത്തിലും സുഖധാമത്തിലും ഇരിക്കുന്നു. സുഖധാമത്തെ പറയുന്നത് വൈസ്ലെസ് വേൾഡ് എന്നാണ്. സമ്പൂർണ്ണ നിർവികാരികൾ ദേവതമാരാണല്ലോ. പിന്നെ അതാണ് സ്വീറ്റ് ഹോം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഹോം അതാണ്. നമ്മൾ ആക്ടേഴ്സ് ആ ശാന്തിധാമത്തിൽ നിന്നാണ് വരുന്നത് ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ. നമ്മൾ ആത്മാക്കൾ ഇവിടെ വസിക്കുന്നവരല്ല. ആ ആക്ടേഴ്സ് ഇവിടെ വസിക്കുന്നവരാകുന്നു. കേവലം വീട്ടിൽ നിന്നും വന്ന് ഡ്രസ് മാറി പാർട്ട് അഭിനയിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ വീട് ശാന്തിധാമമാണ്. അവിടേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നു. എപ്പോഴാണോ എല്ലാ ആക്ടേഴ്സും സ്റ്റേജിലേക്ക് വരുന്നത്, അപ്പോൾ പിന്നെ ബാബ വന്ന് എല്ലാവരെയും കൊണ്ടുപോകും. അതിനാൽ ആ ഒന്നിനെ ലിബറേറ്റർ, ഗൈഡ് എന്നും പറയുന്നു. ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനാണ്. അപ്പോൾ ഇത്രയും മനുഷ്യർ എവിടെ പോകും? ചിന്തിക്കൂ. പതീത പാവനെ വിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? തൻ്റെ മൃത്യുവിനു വേണ്ടി. ദുഃഖത്തിൻ്റെ ലോകത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു. ഇവരെല്ലാം മുക്തിയെ അംഗീകരിക്കുന്നവരാണ്. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗവും എത്ര പ്രശസ്തമാണ്. വിദേശത്തും പോകുന്നു പ്രാചീന രാജയോഗം പഠിപ്പിക്കുവാൻ. വാസ്തവത്തിൽ ഹഠയോഗികൾ രാജയോഗം അറിയുന്നതേയില്ല. അവരുടെ യോഗം തന്നെ തെറ്റാണ്. അതിനാൽ നിങ്ങൾ പോയി സത്യമായ രാജയോഗം പഠിപ്പിക്കണം. മനുഷ്യർ സന്യാസിമാരുടെ കാവ്യവസ്ത്രം കണ്ട് അവർക്ക് എത്ര മാന്യത നൽകുന്നു. ബുദ്ധധർമ്മത്തിലെയും സന്യാസിമാരെ കാവ്യവസ്ത്രം അണിഞ്ഞത് കണ്ട് അവരെ മാനിക്കുന്നു. സന്യാസിമാർ പിന്നീടാണ് ഉണ്ടായിരിക്കുന്നത്. ബുദ്ധധർമ്മത്തിലും തുടക്കത്തിൽ സന്യാസിമാരൊന്നും ഉണ്ടായിരിക്കുന്നില്ല. എപ്പോഴാണോ പാപം വർദ്ധിക്കുന്നത്, അപ്പോഴാണ് ബുദ്ധധർമ്മത്തിൽ സന്യാസധർമ്മം സ്ഥാപിതമായത്. തുടക്കത്തിൽ ആ ആത്മാക്കൾ മുകളിൽ നിന്നും വരുന്നു. അവരുടെ സംഖ്യ വരുന്നു. തുടക്കത്തിലെ സന്യാസം പഠിപ്പിച്ച് എന്തു ചെയ്യും? സന്യാസം ഉണ്ടാകുന്നത് പിന്നീടാണ്. ഇതും ഇവിടെ നിന്നാണ് കോപ്പി ചെയ്യുന്നത്. സന്യാസിമാരിൽ മാന്യത വയ്ക്കുന്ന ക്രിസ്ത്യൻസും ധാരാളമുണ്ട്. കാവ്യവസ്ത്രത്തിൻ്റെ വേഷവിധാനം ഹഠയോഗികളുടേതാണ്. നിങ്ങൾക്കാണെങ്കിൽ വീടും കുടുംബവും ഉപേക്ഷിക്കേണ്ടതില്ല. വെള്ള വസ്ത്രത്തിൻ്റെ ബന്ധനവുമില്ല. എന്നാൽ വെള്ള നല്ലതാണ്. നിങ്ങൾ ഭട്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സും ഇതായി. ഇക്കാലത്ത് വെള്ള വളരെയധികം ഇഷ്ടപ്പെടുന്നു. മനുഷ്യർ മരിക്കുമ്പോഴും വെള്ള വിരിപ്പിടുന്നു. നിങ്ങളും ഇപ്പോൾ മർജീവ ആയിരിക്കുകയാണ്.
അപ്പോൾ വെള്ള വസ്ത്രം നല്ലതാണ്. ആദ്യം ആർക്കും ബാബയുടെ പരിചയം നൽകണം. രണ്ടച്ഛനുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സമയമെടുക്കുന്നു. എക്സിബിഷനിൽ ഇത്രയും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ഒരു പിതാവാണുള്ളത്. ഈ സമയം നിങ്ങൾക്ക് 3 പിതാവുണ്ട്. കാരണം ഭഗവാൻ പ്രജാപിത ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നു. അതും സർവരുടെയും പിതാവാണ്. ലൗകിക പിതാവുമുണ്ട്. ശരി, ഇപ്പോൾ 3 പിതാവിൽ വെച്ച് ഉയർന്ന സമ്പത്ത് ആരുടേതാണ്? നിരാകാരനായ ബാബ എങ്ങനെ സമ്പത്ത് നൽകും? ആ ഒന്ന് നൽകുന്നത് ബ്രഹ്മാവിലൂടെയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ശിവബാബ നിരാകാരമാണ്. ഇതാണ് പ്രജാപിത ബ്രഹ്മാവ്, ആദിദേവൻ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ബാബു പറയുന്നു, ശിവനാകുന്ന എന്നെ നിങ്ങൾ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയില്ല. ഞാൻ സർവരുടെയും അച്ഛനാണ്. ഇതാണ് പ്രജാപിത ബ്രഹ്മ. നിങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരായി. സ്ത്രീ പുരുഷന്മാരാണ്. എന്നാൽ ബുദ്ധിയിലൂടെ അറിയുന്നു നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. സഹോദരി സഹോദരന്മാർക്ക് പരസ്പരം ക്രിമിനൽ അസോൾട്ട് ചെയ്യുവാൻ സാധിക്കില്ല. അഥവാ രണ്ടുപേരെയും പരസ്പരം വികാരി ദൃഷ്ടി ആകർഷിക്കുന്നുവെങ്കിൽ പിന്നെ വീണു പോകുന്നു, ബാബയെ മറന്നു പോകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടിയായ ശേഷം മുഖം കറുപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്ക് ഈ ലഹരി കയറിയിരിക്കുകയാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കണം എന്നറിയുന്നുണ്ട്. ലൗകിക സംബന്ധികൾക്കും ശ്രദ്ധ നൽകണം. ബന്ധം നിറവേറ്റണം. ലൗകിക അച്ഛനെ നിങ്ങൾ അച്ഛൻ എന്ന് തന്നെയാണല്ലോ പറയുക. അച്ഛനെ നിങ്ങൾക്ക് സഹോദരൻ എന്ന് പറയുവാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ അച്ഛനെ അച്ഛൻ എന്ന് തന്നെ പറയും. ബുദ്ധിയിലുണ്ട്, ഇതെൻ്റെ ലൗകിക അച്ഛനാണ്. ജ്ഞാനമുണ്ടല്ലോ. ഈ ജ്ഞാനം വളരെ വിചിത്രമാണ്. ഈ കാലത്ത് പേരും സൂചിപ്പിക്കുന്നു. എന്നാൽ ഏതെങ്കിലും വിസിറ്ററിൻ്റെയോ പുറത്തുള്ള വ്യക്തിയുടെയോ മുന്നിൽ വെച്ച് സഹോദര എന്ന് വിളിക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കും ഇവരുടെ ബുദ്ധി കേടായി പോയി എന്ന്. ഇതിൽ വളരെ യുക്തി ആവശ്യമാണ്. നിങ്ങളുടേത് ഗുപ്ത ജ്ഞാനമാണ്, ഗുപ്ത സംബന്ധമാണ്. ഇതിൽ വളരെയധികം യുക്തിയോടുകൂടി നടക്കണം. എന്നാൽ പരസ്പരം റിഗാർഡ് നൽകുന്നത് നല്ലതാണ്. ലൗകികത്തോടും ബന്ധം നിറവേറ്റണം. ബുദ്ധി മുകളിലേക്ക് പോകേണ്ടതാണ്. നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇളയച്ചനെ ഇളയച്ചനെന്നും അച്ഛനെ അച്ഛനെന്നും പറയേണ്ടി വരും. ആരാണോ BK ആയിട്ടില്ലാത്തത് അവർ സഹോദരി സഹോദരനായി മനസ്സിലാക്കില്ല. ആരാണോ ബ്രഹ്മകുമാർ കുമാരിമാരായത് അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പുറത്തുള്ളവർ കേട്ട് അതിശയിക്കും. ഇതിൽ മനസ്സിലാക്കാൻ വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. ബാബ കുട്ടികളായ നിങ്ങളെ വിശാല ബുദ്ധിയാക്കി മാറ്റുന്നു. നിങ്ങൾ ആദ്യം പരിധിയുള്ള ബുദ്ധിയിലായിരുന്നു. ഇപ്പോൾ ബുദ്ധി പരിധിയില്ലാത്തതിലേക്ക് പോകുന്നു. അത് നമ്മുടെ പരിധിയില്ലാത്ത ബാബയാണ്. ഇവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ബാക്കി ബന്ധത്തിൻ്റെ കാര്യത്തിൽ മരുമകളെ മരുമകളെന്നും അമ്മായി അമ്മയെ അമ്മായി അമ്മ എന്ന് തന്നെ പറയും. സഹോദരി എന്നല്ല പറയുക. രണ്ടുപേരും വരുന്നുണ്ട്. വീട്ടിൽ കഴിയുമ്പോഴും വളരെ യുക്തിയോടെ നടക്കേണ്ടി വരും. ലോകമര്യാദയും നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവർ പറയും ഭർത്താവിനെ സഹോദരനെന്നും
അമ്മായി അമ്മയെ സഹോദരി എന്നും വിളിക്കുന്നു. ഇവർ എന്താണ് പഠിക്കുന്നത്? ഈ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കേ അറിയൂ, മറ്റാരും അറിയുന്നില്ല. നിന്റെ ഗതിയും മതവും നിനക്കേ അറിയൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ആ ഒന്നിൻ്റെ കുട്ടികളായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഗതിയും മതവും നിങ്ങൾക്കേ അറിയൂ. വളരെ സൂക്ഷിച്ച് നടക്കേണ്ടി വരും. ആരും എവിടെയും കുഴങ്ങിപ്പോകരുത്. എക്സിബിഷനിലും കുട്ടികളായ നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാനാണ്. ഇനി പറയൂ, അതാരാണ്? നിരാകാരനായ ശിവനാണോ അതോ ശ്രീകൃഷ്ണനാണോ? ശിവജയന്തിക്ക് ശേഷമാണ് കൃഷ്ണ ജയന്തി വരുന്നത്. കാരണം ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ വന്നുവല്ലോ. ശിവ പരമാത്മാവ് വരാത്തതുവരെയും ശിവജയന്തി ആഘോഷിക്കുവാൻ സാധിക്കില്ല. ശിവൻ വന്ന് കൃഷ്ണപുരി സ്ഥാപിക്കാത്തതുവരെയും കൃഷ്ണ ജയന്തി എങ്ങനെ ആഘോഷിക്കും? കൃഷ്ണന്റെ ജന്മം ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ മനസ്സിലാക്കുന്നില്ല. കൃഷ്ണൻ പ്രിൻസ് ആയിരുന്നു, അപ്പോൾ തീർച്ചയായും സത്യയുഗത്തിൽ പ്രിൻസ് ആയിരിക്കുമല്ലോ. ദേവി ദേവന്മാരുടെ രാജധാനി ഉണ്ടാകും. ഒരു കൃഷ്ണന് മാത്രമായിരിക്കുകയില്ല ചക്രവർത്തി പദം ലഭിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും കൃഷ്ണപുരി ഉണ്ടായിരിക്കുമല്ലോ. കൃഷ്ണപുരി എന്ന് പറയുന്നുമുണ്ട്. ഇതാണ് കംസപുരി. കംസപുരി സമാപ്തമായി, പിന്നെ കൃഷ്ണപുരി സ്ഥാപിതമായല്ലോ. നടക്കുന്നത് ഭാരതത്തിൽ തന്നെയാണ്. പുതിയ ലോകത്തിൽ ഈ കംസനോ മറ്റോ ഉണ്ടാവുക സാധ്യമല്ല. കംസപുരി എന്ന് പറയുന്നത് കലിയുഗത്തെയാണ്. ഇവിടെയാണെങ്കിൽ നോക്കൂ, എത്ര മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ കുറച്ചാണുള്ളത്. ദേവതമാർ യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. കൃഷ്ണപുരി എന്ന് പറഞ്ഞാലും അഥവാ വിഷ്ണുപുരി എന്ന് പറഞ്ഞാലും ദേവതാ സമ്പ്രദായം എന്ന് പറഞ്ഞാലും ആസുരീയ സമ്പ്രദായം എന്നായാലും ഇവിടെ തന്നെയാണ്. ബാക്കി ദേവതമാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല. കൗരവരുടെയും പാണ്ഡവരുടെയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ രാവണന്റെ മേൽ ജയം നേടുന്നു. ബാബു പറയുന്നു, ഈ വികാരങ്ങളുടെ മേൽ ജയം നേടൂ, എങ്കിൽ നിങ്ങൾ ജഗജ്ജീത്തായി മാറും. ഇതിൽ യുദ്ധമൊന്നും ചെയ്യേണ്ടതില്ല. യുദ്ധം എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ ഹിംസയായി രാവണന്റെ മേൽ ജയം നേടണം. എന്നാൽ നോൺ വയലൻസിലൂടെ, അഹിംസയിലൂടെയാണ്. കേവലം ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ വികർമ്മം വിനാശമാകുന്നു. യുദ്ധത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. ബാബു പറയുന്നു, നിങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സതോ പ്രധാനമാകണം. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പ്രസിദ്ധമാണ്. ബാബ പറയുന്നു, എന്നോടൊപ്പം ബുദ്ധിയുടെ യോഗം ചേർക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഭസ്മമാകും. ബാബ പതീത പാവനാണ്. ആ ഒന്നുമായി ബുദ്ധിയോഗം യോജിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറും. ഇപ്പോൾ പ്രാക്ടിക്കലായി നിങ്ങൾ ആ ഒന്നിൻ്റെ കൂടെ യോഗം ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ യുദ്ധത്തിൻ്റെ ഒരു കാര്യവുമില്ല. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത്, ബാബയോടൊപ്പം യോഗം ചേർക്കുന്നത്, അവർ തന്നെയാണ് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നത്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സഹോദര ദൃഷ്ടിയുടെ അഭ്യാസം ചെയ്ത് ലൗകിക ബന്ധങ്ങളോട് ബന്ധം നിറവേറ്റണം. വളരെ യുക്തിയോടെ നടക്കണം. വികാരി ദൃഷ്ടി തീർത്തും ഉണ്ടാകുവാൻ പാടില്ല. വിധി നിർണയത്തിൻ്റെ സമയം സമ്പൂർണ്ണ പാവനമാകണം. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിനായി നല്ല രീതിയിൽ പഠിക്കണം. പതീത പാവനായ ബാബയുമായി യോഗം വെച്ച് പാവനമാകണം.
വരദാനം. തൻ്റെ സമ്പൂർണതയുടെ ആധാരത്തിൽ സമയത്തെ സമീപം കൊണ്ടുവരുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. സമയം താങ്കളുടെ രചനയാണ്. താങ്കൾ മാസ്റ്റർ രചയിതാവാണ്. രചയിതാവ് രചനയുടെ ആധാരത്തിലല്ല ഇരിക്കുന്നത്. രചയിതാവ് രചനയെ അധീനമാക്കുന്നു. അതിനാൽ സമയം സ്വതവേ തന്നെ സമ്പൂർണമാക്കിക്കൊള്ളും എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. താങ്കൾക്ക് സമ്പൂർണമായി സമയത്തെ സമീപം കൊണ്ടുവരേണ്ടതുണ്ട്. സാധാരണയായി ഏതെങ്കിലും വിഘ്നം വരികയാണെങ്കിൽ സമയമനുസരിച്ച് തീർച്ചയായും പോവുകയും ചെയ്യും. എന്നാൽ സമയത്തിന് മുമ്പേ പരിവർത്തന ശക്തിയിലൂടെ അതിനെ പരിവർത്തനപ്പെടുത്തൂ. അപ്പോൾ അതിൻ്റെ പ്രാപ്തി താങ്കൾക്കുണ്ടാകും. സമയത്തിൻ്റെ ആധാരത്തിലാണ് പരിവർത്തനപ്പെടുത്തിയതെങ്കിൽ അതിൻ്റെ പ്രാപ്തി താങ്കൾക്ക് ഉണ്ടാവുകയില്ല. സ്ലോഗൻ: കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് വയ്ക്കുന്നവർ തന്നെയാണ് സത്യമായ കർമ്മയോഗി. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരം ഉള്ളതുവരെയും കർമ്മം ചെയ്യുക തന്നെ വേണം. എന്നാൽ കർമ്മബന്ധനം പാടില്ല. കർമ്മം സംബന്ധമായിരിക്കണം. ജീവൻ മുക്ത അവസ്ഥ എന്നാൽ സഫലതയും കൂടുതൽ, കർമ്മത്തിൻ്റെ ഭാരവും ഇല്ല. ആര് മുക്തമാണോ അവർ സദാ സഫലതാമൂർത്തിയാണ്. ജീവൻ മുക്ത ആത്മാവ് സദാ ലഹരിയോടെ പറയും, വിജയം നിശ്ചിതമാണ്. സഫലത ജന്മസിദ്ധ അധികാരമാണ്. ഓം ശാന്തി. എൻ്റെ ശ്രദ്ധയെ ഞാൻ ബാഹ്യലോകത്തിൽ നിന്നും പിൻവലിക്കുന്നു. ഈ സംഗമയുഗത്തിൽ ജ്ഞാനസൂര്യനായ ബാബ നൽകിയ ദിവ്യ ബുദ്ധിയിലൂടെ എൻ്റെ ആത്മസ്വരൂപത്തെ ഞാൻ സ്പഷ്ടമായി കാണുന്നു. ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ഞാൻ വിശേഷ ആത്മാവാണ്. ശാന്ത സ്വരൂപ ആത്മാവാണ്. ഈ അന്തർമുഖ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അവ്യക്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. വ്യക്തഭാവത്തിനും ഉപരിയായി ഇരുന്നു കൊണ്ട് അവ്യക്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു സെക്കൻഡിൽ അവ്യക്ത ലോകവാസി ആകുന്നു.
ഈ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ സന്മുഖത്ത് അവ്യക്ത കൂടിക്കാഴ്ചയുടെ അലൗകിക അനുഭവത്തിൽ മഗ്നമാകുന്നു. ജ്ഞാനചന്ദ്രൻ്റെ സ്നേഹസമ്പന്നവും ശക്തി സമ്പന്നവുമായ ദൃഷ്ടി എന്നെ ജ്ഞാനസൂര്യൻ്റെ സർവപ്രാപ്തികളും സ്വീകരിക്കുവാൻ യോഗ്യമാക്കുമ്പോൾ ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാരി സ്വരൂപത്തിൽ നിരാകാരി ദേശത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ഒരു ബാബയിൽ മാത്രം ബുദ്ധിയോഗം ഏകാഗ്രമാക്കി ശക്തിശാലി സ്മൃതിയിൽ യോഗയുക്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആത്മാവ് പവിത്രതയുടെ പ്രകാശത്താൽ ദീപ്തമാകുന്നു.